ഉപവാസത്താലും പ്രാർത്ഥനയാലും നീങ്ങിപ്പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഊമനും ചെകിടനുമായ ആത്മാവ് ബാധിച്ച ഒരു ബാലകനെ അവൻ്റെ പിതാവ് അവനിലുള്ള ആ ദുരാത്മാവിനെ പുറത്താക്കാൻ വേണ്ടി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ പഠിച്ച പണി 18 പ്രവർത്തിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ഭാവന ഞാൻ പറയുകയാണ്, അവർ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, വത്സിക്കുന്നു, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, കുലുക്കി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ ബാലകനിലുള്ള അന്ധകാര ശക്തി അവന് വിട്ടുപോയില്ല. ഒടുക്കം ശിഷ്യന്മാർക്കും മടുത്തു, ഈ ബാലകനും മടുത്തു, ബാലകന്റെ പിതാവിനും മടുത്തു, എല്ലാവർക്കും മടുത്തു, മതിയായി. ഒടുവിൽ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ഇതുപോലെയാണ് നമ്മുടെയും ജീവിതം. നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കിട്ടാൻ വേണ്ടി നമ്മുടേതായ ബുദ്ധി കൊണ്ടും നമ്മുടേതായ കഴിവുകൊണ്ടും അതിനൊരു പരിഹാരം വരുത്താനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പരിശ്രമിക്കണം. എന്ത് വിഷയം നമ്മുടെ മുന്നിൽ വന്നാലും നമ്മുടേതായ ഒരു ഭാഗത്ത് നിന്നൊരു എഫർട്ട് ഉണ്ടാകണം അതിന് പരിഹാരം വരുത്താൻ വേണ്ടി. ചിലപ്പോൾ നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ചില കാര്യങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ എത്ര പറഞ്ഞാലും, എത്ര പരിശ്രമിച്ചാലും, എത്ര കാശ് ചെലവാക്കിയാലും, എന്തൊക്കെ ചെയ്താലും പരിഹാരം കിട്ടില്ല. അപ്പോൾ നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ നമുക്കൊരു കാര്യം അറിയാം, എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തിയും ഇത്രേ ഉള്ളൂ. അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വിശ്വസിക്കുന്നത്. നിശ്ചയമായും അവിടെ നമുക്ക് പരിഹാരം ഉറപ്പാണ്. ക്രിസ്തുവിൽ നമുക്ക് പരിഹാരം ഉറപ്പാണ്. ഏത് വിഷയത്തിനും യേശുവിൽ നമുക്ക് ഉത്തരമുണ്ട്. എന്തുകൊണ്ടാണ് പലർക്കും ആ ഉത്തരം കിട്ടാത്തതിന് കാരണം എന്നറിയാമോ? യേശുവിൽ പരിപൂർണമായും ആശ്രയിക്കാനും വിശ്വസിക്കാനും കഴിയാത്തതുകൊണ്ടാണ്. ഒന്ന് ആശ്രയിച്ച് നോക്കിക്കോ, വിശ്വസിച്ച് നോക്കിക്കോ, ഒന്ന് ട്രസ്റ്റ് ചെയ്ത് നോക്കിക്കോ, ഒന്ന് യേശുവിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉറപ്പാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്ന, റിമൂവ് ആകുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ കർത്താവ് സഹായിക്കും. ഇത് തന്നെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരും ആ പിതാവും അവരുടെ എല്ലാ കഴിവുകളും അസ്തമിച്ചപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കലേക്ക് ആ മകനെ കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു ശാസിച്ചു, ആ ദുരാത്മാവിനെ ശാസിച്ചു. ആ നിമിഷം അവൻ അവിടെ വീണു, ആ ബാലകൻ അവിടെ വീണു. വായിൽ നിന്ന് നുരയും പതയും വന്ന് അവൻ കൈകാലിട്ടടിച്ച് അവിടെ കിടന്നു. എല്ലാവരും പേടിച്ചു പോയി. പക്ഷെ യേശുവിനൊരു പേടിയുണ്ടായില്ല. ആ ദുരാത്മാവ് വിട്ടുപോയതിൻ്റെ ആ ലക്ഷണങ്ങളാണ് അവിടെ കണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് പൂർണ്ണ സുബോധം ലഭിച്ചു. ദുരാത്മാവ്, അന്ധകാര ശക്തി അവന് നീങ്ങിപ്പോയി. അപ്പോൾ ഈ ബാലകനും പിതാവും എല്ലാം പോയ ശേഷം, എല്ലാവരും പോയ ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാര് സ്വകാര്യമായി, പ്രൈവറ്റായി ക്രിസ്തുവിൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങളെ കൊണ്ട് എന്തുകൊണ്ടാണ് അത് സാധിക്കാഞ്ഞത്? അപ്പോൾ കർത്താവ് അതിന് ഉത്തരം കൊടുത്തു. ആ ഉത്തരം കൊടുത്തപ്പോഴാണ് അവിടെ
കർത്താവ് എടുത്തു പറഞ്ഞൊരു കാര്യം പറയുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അപ്പോൾ യേശുവിന് ആ അന്ധകാരത്തെ ഓടിക്കുവാൻ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. യേശു ആരാ? ദൈവമാണ്. ദൈവത്തിന്റെ മുമ്പ് മാറാത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ ആരാ? നമ്മൾ മനുഷ്യരാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ഏതു വിഷയമായിക്കൊള്ളട്ടെ, നമ്മുടെ ഏത് പ്രാർത്ഥനാ വിഷയമായിക്കൊള്ളട്ടെ, എന്ത് കാര്യമായിക്കൊള്ളട്ടെ, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തികൾ നീങ്ങിപ്പോകണമെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, യേശു പറഞ്ഞ വചനങ്ങളുടെ വെളിച്ചത്തിൽ പറയട്ടെ, അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകും, ഇരുട്ടിന്റെ ശക്തികൾ നീങ്ങിപ്പോകും, ദുരാത്മശക്തികൾ നീങ്ങിപ്പോകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാറിപ്പോകാത്ത ഒരു അന്ധകാരവുമില്ല, മാറിപ്പോകാത്ത ഒരു ദുരാത്മാവുമില്ല, മാറിപ്പോകാത്ത ഒരു ഈവിൾ ശക്തിയുമില്ല. എന്തും മാറിപ്പോകും. അനേക ദൈവദാസിദാസന്മാർ അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണത്. ചില വീടുകളിലൊക്കെ പാർക്കുമ്പോൾ ചില ആൾ പറയും, ഈ വീട് ഭയങ്കര ഭൂതബാധയുള്ള വീടാണ്, ഇവിടെ 2-3 ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുള്ള വീടുകളാണ്, അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല, വല്ലാത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ ഹോമങ്ങളും പൂജകളും ഒക്കെ ചെയ്തിട്ടും മാറാത്ത ആ വീട്ടിലെ പ്രശ്നങ്ങൾ പാവപ്പെട്ടവരായ ചില ദൈവമക്കൾ, ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കഴിയുമ്പോൾ എല്ലാ അന്ധകാരം മാറും, എല്ലാ ഇരുട്ടും മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ വില നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ജാതി നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മുടെ തലമുറയ്ക്ക് നേരെ, നമ്മുടെ ഭൗതികതയ്ക്ക് നേരെ, നമ്മുടെ ആത്മിക അനുഗ്രഹങ്ങൾക്ക് നേരെ, സഭയ്ക്ക് നേരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നേരെ വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങളെ ഉപവാസത്താലും പ്രാർത്ഥനയാലും നീക്കിക്കളയുവാൻ നമുക്ക് കഴിയും. അതാണ് ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം.